ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? ഗോ ഹെഡ്. ഹൗ ടു കൺട്രോൾ യുവർ ഇമോഷൻസ്. ഞാൻ കാര്യം ചോദിക്കട്ടെ, മോൾക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ലൈഫിൽ ഇങ്ങനെ എഫക്ട് ചെയ്യുന്ന ഒരു ഇമോഷൻ എന്താണ്? ഈ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക. ദേഷ്യം പിടിക്കുക. എന്ത് കിട്ടിയാലും ദേഷ്യം പിടിക്കുന്ന കൂട്ടത്തിലാ? അതല്ല, എനിക്ക് ദേഷ്യം പിടിച്ചാൽ ചിലപ്പോ എനിക്ക് കരച്ചിൽ വരെ വരും. അല്ല, അങ്ങനെ പെട്ടെന്ന് എന്തായാലും ഒന്ന് പെട്ടെന്ന് ദേഷ്യം പിടിക്കും. ഓക്കെ, അപ്പോ വരുന്ന സമയത്ത് ഇറ്റ് ഈസ് വെരി കോമൺ, പ്രത്യേകിച്ച് ടീനേജിൽ വി ഗെറ്റ് ദാറ്റ് ലോട്ട്സ് ഓഫ് ആങ്കർ, വി ഗെറ്റ് ലൈക്ക് ലോട്ട്സ് ഓഫ് പ്രഷർ. നമുക്കൊന്നും ചെയ്യാം. ചില സമയത്ത് നമുക്ക് തോന്നിപ്പോവും ഞാൻ എന്തിനാ ദേഷ്യം പിടിക്കുന്നത്, നമുക്ക് പോലും അറിയില്ല. വിൽ ബി കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫോക്കസ് അല്ലെ? നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ പോലും ഇല്ലാണ്ട് ആവുന്നൊരു മൊമെന്റ് ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമുണ്ട്, പോസ് ആൻഡ് ജസ്റ്റ് തിങ്ക് അബൌട്ട് വൈ ആം ഐ റിയാക്ടിങ്. ആ ഒരു മൊമെന്റ് വരുന്ന സമയത്ത് ജസ്റ്റ് പോസ്, ജസ്റ്റ് കീപ് യുവർ സെൽഫ് ലൈക്ക് ഓക്കെ, ബി there and what is the real reason of the reacting. എന്തിനാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. അപ്പൊ മോള് പറഞ്ഞു മോൾക്ക് ദേഷ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ ദേഷ്യം പിടിക്കുന്ന സമയത്ത് മോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഇപ്പൊ എന്തിനാ ദേഷ്യം പിടിക്കുന്നത്? ദാറ്റ്സ് ഹൗ വി കൺട്രോൾ അവർ സെൽഫ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് നമ്മുടെ സെൽഫിൽ ഒരു കൺട്രോൾ വേണം എന്ന് പറയുന്നത്. വി ഷുഡ് നോ ടു കൺട്രോൾ അവർ സെൽഫ്, വി ഷുഡ് ഹാവ് എ ബൗണ്ടറി ഫോർ അവർ സെൽഫ്. നമുക്ക് നമ്മുടേതായ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞത് അതാണ്. സോ മോള് പറഞ്ഞു മോൾക്ക് ദേഷ്യം എന്നുള്ള സംഭവം, ജസ്റ്റ് ബി യുവർ സെൽഫ് ആൻഡ് തിങ്ക് ലൈക്ക് വാട്ട് ഈസ് ദ റിയൽ റീസൺ ഫോർ മൈ ലൈക്ക് ആങ്കർ, അല്ലെങ്കിൽ കരയാനുള്ള റീസൺ. ഞാൻ ഇപ്പൊ കരയാണ്, ഞാൻ നന്നായിട്ട് കരയാണ്, ഐ എം ലിറ്ററലി ക്രൈങ് ഫോർ ഹവേഴ്സ്. ഞാൻ കുറെ കരഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, അല്ലെ ഞാൻ ഇപ്പൊ എന്തിനാ കരഞ്ഞേ? എനിക്കൊരു ആൻസർ ഉണ്ടാവില്ല അവിടെ. ഞാൻ ബ്ലാങ്ക് ആയിരിക്കും. കാരണം ഞാൻ എന്തിനാ കരഞ്ഞെന്ന് എനിക്ക് പോലും അറിയില്ല. എന്റെ സമയം ഞാൻ അത്ര അവിടെ വേസ്റ്റ് ചെയ്തു. സോ ജസ്റ്റ് ബിഫോർ ദാറ്റ്, ആ ഇമോഷൻ വരുന്ന സമയത്ത് തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. ഒരു സിറ്റുവേഷൻ മോളുടെ ലൈഫിലേക്ക് വരികയാണ്. ആ സിറ്റുവേഷൻ കാണുന്ന സമയത്ത് മോളോട് ദേഷ്യം പിടിക്കുകയാണ്, യു ആർ കംപ്ലീറ്റ്ലി ബീങ് ഫ്രസ്ട്രേറ്റഡ്. അങ്ങനെ ഫ്രസ്ട്രേഷനിലേക്ക് പോകുന്നതിന് മുൻപ് ആ ഒരു ഫ്രസ്ട്രേഷൻ എന്നുള്ള തോട്ട് വരുമ്പോൾ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്, വൈ ഐ എം ഗെറ്റിംഗ് ഫ്രസ്ട്രേറ്റഡ്, എന്താണ് ഇതിന്റെ റിയൽ റീസൺ, എനിക്കിത് നല്ല രീതിക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്തൂടെ? മോൾക്ക് ഈ ദേഷ്യം എന്നുള്ള സംഭവം മോൾക്ക് നല്ല രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വിതൗട്ട് ആങ്കർ പീസ്ഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് വി ഷുഡ് നോ ഹൗ ടു ബാലൻസ് അവർ ഇമോഷൻസ്. നമ്മുടെ ഇമോഷൻസ് നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയണം. ദാറ്റ്സ് ഓൺലി. അതിപ്പോ എനിക്ക് മോൾ ഇങ്ങനെ തന്നെ ചെയ്യണം എനിക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ദാറ്റ്സ് അബൌട്ട് യുവർ സെൽഫ്. മോളുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ മോളുടെ കയ്യിലുള്ള, അത് മോൾക്ക് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനൊരു ഇമോഷൻ വരുന്ന സമയത്ത് മോൾ ആലോചിക്കുക, വാട്ട് ഇസ് ദ റിയൽ റീസൺ? And if you have someone, talk to them, which will make you feel like very peaceful. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന സമയത്താണ് ഈ ഫ്രസ്ട്രേഷൻ, ദേഷ്യം, കരച്ചിൽ ഇതെല്ലാം കയറി വരുന്നത്. വെൻ വി ആർ അലോൺ, നമ്മൾ ആരും കേൾക്കുന്നില്ല, നമ്മൾ ആരോടും പറയുന്നില്ല. ഈ സിറ്റുവേഷൻ വരുന്ന സമയത്ത് വിൽ കംപ്ലീറ്റ്ലി ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്. സോ ദ ടു തിങ്സ് ദാറ്റ് ഐ ഫോളോ ഇൻ മൈ ലൈഫ് ഇസ് ദാറ്റ് ദ ഫസ്റ്റ് തിങ്, എന്ത് ഇമോഷൻ വന്നാലും, ഇപ്പൊ ഹാപ്പിനെസ് ആണെങ്കിലും സാഡ്നെസ് ആണെങ്കിലും ആങ്കർ ആണെങ്കിലും എന്ത് വന്നാലും, ഹാപ്പിനെസ് വരുന്ന സമയത്ത് പോലും ഞാൻ ആയിരിക്കും ഓക്കെ, is this a real reason I should be happy for this? And if it is a yes from my inside, I'll definitely be happy for long term. ഞാൻ കുറെ സമയത്തിന് എന്ത് ചെയ്യും? ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കും. ദേഷ്യം വരുന്ന സമയത്ത് ഐ ജസ്റ്റ് കൺട്രോൾ മൈ സെൽഫ്. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണ്, പാരന്റ്സിന്റെ അടുത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഭയങ്കര ദേഷ്യം വരും ചില സമയത്ത്. നമുക്ക് പോലും അറിയില്ല നമുക്ക് ദേഷ്യം വരും. പക്ഷെ അങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് ചിലപ്പോൾ ഫുഡിന്റെ കാര്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്ന് കൊണ്ടുവരാത്തതിനൊക്കെ ആയിരിക്കും നമ്മൾ ദേഷ്യം പിടിക്കുക. ഇങ്ങനെ ആലോചിക്കുക, അവരത്രയും സമയം പുറത്തുനിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്ക് കഴിഞ്ഞ് വരികയാണ്. നമ്മൾ നല്ല രീതിക്ക് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹൗ വി കൺട്രോൾ അവർ ഇമോഷൻസ്. അങ്ങനെ എന്ത് ചെയ്യണം? മോളോടെങ്കിൽ പറയാനുള്ളത് ദേഷ്യം എന്നുള്ള ആയിക്കോട്ടെ, സങ്കടം എന്നുള്ള ഇമോഷൻസ് ആയിക്കോട്ടെ, ഇത് വരുന്ന മുന്നേ മോൾ എന്ത് ചെയ്യണം? മോൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ദേഷ്യം വരുന്ന സമയത്ത് ആസ്ക് യുവർസെൽഫ്, വൈ ആം ഐ ഗെറ്റിംഗ് ആംഗ്രി? ഞാൻ എന്തിനാ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്? വാട്ട് ഇസ് എ റിയൽ റീസൺ? ഞാൻ ഇതിങ്ങനെ കുറെ ചൂടായി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ കുറെ ഫ്രസ്ട്രേറ്റഡ് ആയി ഞാൻ കുറെ കരയണം. ചില സിറ്റുവേഷനിൽ നമുക്ക് കരയേണ്ടി വരും. ജസ്റ്റ് ഗിവ് ഇറ്റ്, കരഞ്ഞിട്ട് തീർക്കുക. അത് കരഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ വിൽ ഫീൽ ദാറ്റ് ഹാപ്പി. ഓക്കെ, ഞാൻ കരഞ്ഞു കഴിഞ്ഞു, ഐ എം ഗുഡ് എന്നുള്ളത് അത് ഫീൽ ചെയ്തോട്ടെ. അത് ഫീൽ ചെയ്യേണ്ടെന്നല്ല, ഇറ്റ് ഇസ് ഓക്കെ ടു ഫീൽ ദാറ്റ്. ബട്ട് അതിന് മുൻപേ ഈ ദേഷ്യം, ഫ്രസ്ട്രേഷൻ എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ഭയങ്കര ഡീപ്പ് ലെവലിലേക്ക് എത്തിക്കും. ഭയങ്കര ചില സിറ്റുവേഷൻസ് ഭയങ്കര വേസ്റ്റ് ആക്കും. അതിന്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്താലും നമ്മളൊന്ന് താഴ്ന്നു കൊടുത്താലും നമ്മളൊന്ന് വിനയം കഴിച്ചാലും തീർക്കാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. വി ജസ്റ്റ് വാണ്ടഡ് ടു ബി സറൗണ്ടഡ്, വി ജസ്റ്റ് വാണ്ടഡ് ടു ബി ഗ്രൗണ്ടഡ്. നമ്മൾ ഗ്രൗണ്ടഡ് ആവും, നമ്മുടെ ഇമോഷൻ, നമ്മുടെ ഈഗോ സമ്മതിക്കൂല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനു വേണ്ടി തയ്യാറാവണം. ചില സാഹചര്യങ്ങൾ നമ്മൾ അതിനു വേണ്ടി തയ്യാറാവണം. സോ ആസ്ക് യുവർ സെൽഫ്, വൈ ആം ഗെറ്റിംഗ് ദിസ് ഫ്രസ്ട്രേഷൻ? ഇതെന്തിനാണ്? there is a real reason ഉണ്ടോ എന്ന് ചോദിക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്. Control yourself. Be peaceful at that time. Over to you, Sensei.
Thank you very much. No emotion, the moral, yes, are you there? Yeah. Okay, good. Now, emotion could be in different format. Am I right? Anger is an emotion. Being sad is an emotion. അങ്ങനെ emotions ഒരുപാട് emotions ഉണ്ട്. I want everyone to write E plus R is equal to O. അല്ല ടൈപ്പ് അത് എൻ്റെ ഒരു ഇക്വേഷൻ അല്ല, എൻ്റെ ടീച്ചറിൻ്റെ ജാക്ക് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ ഇക്വേഷൻ ആണ്. I want everyone to write E plus R. Everyone type E plus R is equal to O. Now, what is E? E എന്ന് പറഞ്ഞാൽ ഒരു ഇവൻ്റ് ആണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല ഇവൻറ്റ്സ് ഉണ്ടാവും, നല്ലതല്ലാത്ത ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ടാവും. നിങ്ങൾ എക്സാമിനേഷൻ പാസ്സാവണം, നല്ലൊരു ഇവൻ്റ് ആണ്. എക്സാമിനേഷൻ ഫെയിൽ ആവണം, ഒരു ഇവൻ്റ് ആണ്. നിങ്ങളെ കല്യാണം ഒരു ഇവൻ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാദർ ചീത്ത പറഞ്ഞത് ഒരു ഇവൻ്റ് ആണ്. എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇവൻറ്റ്സ്. ഇതും ഈ നടക്കുന്നത് ഒരു ഇവൻ്റ് അല്ല. ഹൗ മെനി ഓഫ് യു അഗ്രി ദിസ് ഇസ് ആൻ ഈവൻറ്റ് വിച്ച് ഇസ് ഹാപ്പനിങ് റൈറ്റ് നൗ? ഹൗ മെനി ഓഫ് യു അഗ്രി ദിസ് ഇസ് an event which is happening in your life? Events always happen. ഇനി മനസ്സിലാക്കേണ്ടത്, there are some events which are not under your control. നമ്മളെ കൺട്രോളിലല്ലാത്ത ഒരുപാട് ഇവൻറ്റ്സ് നടക്കും. ഫോർ എക്സാമ്പിൾ, earthquake is an event which is not under your control. അഗ്രി ചെയ്യണ്ട? Are you agreeing that? Okay, do you agree to that? മോളില്ലേ അവിടെ? ഈ പെട്ടെന്നുള്ള ദേഷ്യത്തില് എന്തൊക്കെയോ പറയും. പിന്നെ I'll come to that. ഇപ്പം കേൾക്കാതെ. So earthquake is an event, but this event is not under our control. അപ്പം എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവും. ആ ഇൻസിഡൻറ്റ് നടക്കുമ്പം യു ആർ കംപ്ലീറ്റ്ലി റെസ്പോൺസിബിൾ. ആർന്നുള്ള ശരിക്കും മനസ്സിലാക്കുക. റെസ്പോൺസിബിൾ either to react. മോളിപ്പോൾ റിയാക്റ്റാ ചെയ്യണത്. ദേഷ്യം വരുന്നത് റിയാക്ഷനാ. മനസ്സിലാവും, ശരിയല്ലേ? ഓക്കെ, യു ഐദർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ ഔട്ട്കം O is equal to outcome. The outcome could be different. You are with me? അതേ സമയത്ത് മോള് റിയാക്ട് ചെയ്യുന്നതിന് പകരം why should I be angry? What is the reason and the purpose to be angry എന്ന് പറഞ്ഞിട്ട് once you slow down, that is called response. റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മോളുടെ ഔട്ട്കം വ്യത്യാസം ഉണ്ടാവില്ലേ? Okay, now I'll give you a situation. Okay, let's say there are identical twin brothers. Okay, രണ്ട് ബ്രദേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, രണ്ടാളും ഒരു 14-15 വയസ്സുള്ള രണ്ട് ആൺകുട്ടികളാണെന്ന് വിചാരിക്കാം. അവരെ ഫാദർ പെട്ടെന്ന് മരിച്ചെന്ന് വിചാരിക്കാം. ഫാദർ മരിച്ചെന്ന് വിചാരിക്കാം. അപ്പം ഒരു കുട്ടി, ആദ്യത്തെ രണ്ടാളും ഒരേ പ്രായക്കാരാണ്. ഒരു കുട്ടി ഭയങ്കര കരച്ചില്, ഞങ്ങൾക്ക് ഇനി ആരില്ലല്ലോ, ഇനി ആരാ ഞങ്ങൾ നോക്കാം, ഞങ്ങളുടെ സ്റ്റഡീസ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി കാര്യം. മറ്റേ കുട്ടി എന്താ ചെയ്യണത്? ഓക്കെ, I'll handle this. എന്താ ചെയ്യേണ്ടത്? ഹാൻഡിൽ ചെയ്യണ കുട്ടി. ഇതിൽ ആരാ റിയാക്ട് ചെയ്യണത്? ആരാ ഇതിൽ റിയാക്ട് ചെയ്തത്? ഫസ്റ്റ് ഓർ ദ സെക്കൻഡ്? ഫസ്റ്റ് പേഴ്സൺ ആണ് റിയാക്ട് ചെയ്തത്. റിയാക്ട് എന്ന് വെച്ചാൽ ഒരു സംഭവം നടന്നപ്പോൾ when an event happened, he reacted saying that ഇനി ആരാളെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. he started reacting. മറ്റേ ആൾ ആ കോൺസിക്വൻസസ് മനസ്സിലാക്കിയിട്ട് he started responding to that. How many of you got it? Say got it. GI. There are two things which happen. Events are same, but two things happens at the same time. One person reacted to that, that's why he's crying, whereas the other person started responding to that because he started seeing the consequences, what could happen, and therefore he was very calm, quiet, and very subtle. മനസ്സിലാവുണ്ടോ? അപ്പം ഇനി മോൾക്ക് ദേഷ്യം പിടിക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിക്കുന്നത് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തികൾക്കായിരിക്കും. Are you getting angry from your parents when you talk to them, or when do you get angry? Yes. കാരണം മോൾക്ക് സ്നേഹം കൂടുതലാ. മനസ്സിലാവുണ്ടോ? മോൾക്ക് സ്നേഹം കൂടുതലാകുമ്പോൾ നമുക്ക് ദേഷ്യം കൂടുതൽ വരുള്ളൂ. നീ ഇത് ചെയ്തില്ലല്ലോ, അവിടെ എടുത്തു വെച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ സ്നേഹം കൂടുമ്പോൾ എത്ര പേര് അങ്ങനെ മോൾ അംഗീകരിക്കണ്ടോ? അത് ഡു യു അഗ്രി ടു ദാറ്റ്? സിബ്ലിംഗ് ഒക്കെ എന്റെ രണ്ട് പെൺകുട്ടികളുടെ രണ്ടാളും ഭയങ്കര തല്ലുകൂടല, ഭയങ്കര സ്നേഹം കേട്ടോ, ഭയങ്കര സ്നേഹം. ഞാൻ എന്റെ ബ്രദറും അങ്ങനെ തന്നെ. ഞങ്ങൾ ഭയങ്കര തല്ലുകൂടല ചെറുപ്പത്തിൽ, ഇപ്പോഴല്ല കേട്ടോ, ഭയങ്കര തല്ലുകൂടല, പക്ഷെ നല്ല സ്നേഹമാണ്. യു ഗെറ്റ് ആംഗ്രി വിത്ത് പീപ്പിൾ ദോസ് ഹു യു ലവ്. ആ ഒരു ഗ്യാപ്പ് വരുമ്പോൾ ഉണ്ടല്ലോ, വെൻ there's a gap and when you feel that there is no much of attention towards you, that's when the anger comes in. മോൾക്ക് മനസ്സിലായത്? You're with me? So the thing, what is that you will do next time? Would you go and react? അങ്ങോട്ട് ചീത്ത പറഞ്ഞ അങ്ങോട്ട് ചീത്ത പറയുക, അല്ല ദേഷ്യം പിടിക്കും, അതിട്ട് എടുത്ത് എറിയോ, കമ്പ്യൂട്ടർ എടുത്ത് തച്ചോ ഉടക്കോ, അതൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ കേട്ടോ. ഞാൻ അതൊക്കെ ചെയ്യുന്ന ആളാണ്. പിന്നെ എനിക്ക് മനസ്സിലായി അതൊന്നും ചെയ്തൊരു കാര്യമില്ല, കാരണം അതൊക്കെ നഷ്ടം എനിക്ക് തന്നെയാണെന്നുള്ളത്. How many of you got it? Say crystal clear. I used to do all those things. Okay, ഞാനും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. ഞാൻ used to do all those things. എൻ്റെ മമ്മിക്ക് അറിയാം അതൊക്കെ. ഓക്കെ, ഞാൻ എല്ലാ സാധനം എടുത്ത് പൊട്ടിക്കൽ അതിൻ്റെ മെയിൻ ഉസ്താദായിരുന്നു ഞാൻ. എന്ത് കിട്ടിയാലും അത് പൊട്ടിക്കുക, ദേഷ്യം പിടിച്ചാൽ അത് പൊട്ടിക്കുക എന്നുള്ള.
പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് എന്താ നഷ്ടം എന്നുള്ള മനസ്സിലായി. So now what I do, I think about the consequences, what could happen if I start reacting. മോൾ എന്താ ചെയ്യുക നെക്സ്റ്റ് ടൈം പറ. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുക. ഓക്കെ, പ്രാക്ടിക്കൽ. കാരണം ഇവിടെയുള്ള ഓരോ കുട്ടികളും വ്യത്യാസം, ഞാനും വ്യത്യാസമുണ്ട്, മോള് വ്യത്യാസമുണ്ട്. അപ്പോൾ മോൾ എന്താ നെക്സ്റ്റ് ടൈം ചെയ്യുക? ടെൽ മീ. Are you there? What is that you will do next time when you feel the anger coming in, the emotion? What will you do? ഷൗട്ട് ചെയ്യും. ഷൗട്ട് ചെയ്യുന്നോ? എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നുപോയി. എനിക്ക് കേട്ടില്ല, ഒന്നുപാടൊന്ന് പറയോ? കാരണം എന്താണ് ഞാൻ ചോദിക്കണത്? മോൾ ഇപ്പൊ കേട്ടോ, ഞാൻ പറഞ്ഞതൊക്കെ കേട്ടോ? ആക്ഷൻ ചിലത് കേട്ടിട്ടുള്ള ഒരു ഗ്യാപ്പ് വന്നു. ഓക്കെ, നെക്സ്റ്റ് ടൈം മോൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ എന്താ ചെയ്യാം? അതാണ് ക്വസ്റ്റ്യൻ. What will you do? ആളില്ലേ അവിടെ? ഓക്കെ, എന്റെ ഇത് കേട്ട ആരെങ്കിലും ഉണ്ടാവും, അത് ആ ഒരു വ്യക്തി ഓൺ ചെയ്യാം. ഓക്കെ ഓക്കെ, is it Fatima? Yeah, go ahead. Give me the answer. Yeah, number 1. നമ്മള് പോസ് ആക്കിയിട്ട് നമ്മൾ എന്തിനാ അത് ചെയ്യുന്നത്? Exactly correct. അത് തന്നെയാണ് ഫാത്തിമ മിനിയും പറഞ്ഞു. You post down. Yes, correct. You post down. Number 2 എന്താ ചെയ്യാ മോളെ? എന്നിട്ട് ബാലൻസ് ചെയ്യാൻ നമ്മളിപ്പോ കാമായിട്ടിരിക്കുക, നമ്മളോട് തന്നെ നമ്മൾ പറയാ എന്തിനാ ഇതിപ്പോ ചെയ്യുന്നത്. Exactly correct. Number 3. റീതിങ്ക് ചെയ്യുക. റീതിങ്ക്. Exactly. You rethink. There are അതിന് നിങ്ങൾക്ക് അഫർമേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ അതേപോലെ ദേഷ്യം വരുമ്പോൾ ചെല്ലേണ്ട ഒരുപാട് കാര്യം. ഞാനിവിടെ ഇത് ഫെയ്ത്തോ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ബിക്കോസ് വി റെസ്പെക്ട് എവറി വൺ. അതിനെന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ പറയുക, അത് തന്നെ പറഞ്ഞിട്ട് ആ ഒരു ദേഷ്യം കൂൾ ചെയ്യുക. അല്ലെങ്കിൽ ചിലരുണ്ടാവും മുഖം പോയി വാഷ് ചെയ്യണുണ്ടാവും, ചിലർ അവിടുന്ന് മാറിപ്പോണതുണ്ടാവും. എനിക്കറിയാം, ഞങ്ങൾ ഒരു മീറ്റിംഗ് നടത്തുന്നത്, ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. ഞാനും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലീഡർ, ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഓസ്ട്രേലിയനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു മീറ്റിങ്ങിന് പോയാൽ, അപ്പോൾ ഈ വ്യക്തി വളരെ കാമായിട്ടുള്ള ആളാണ്, ഞാൻ അതിനേക്കാളും കാമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ മീറ്റിംഗ് നടത്തുന്ന ഒരു ലേഡീനായിട്ട്, ആ ലേഡി ഒരു ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ എയറോസ്റ്റസിൻ്റെ ടോപ്പ് ലെവൽ സെക്യൂരിറ്റി മാനേജറാണ്. അപ്പം ഈ ലേഡീനായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പം ഈ ലേഡി ശരിക്കും റിപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഒപ്പം വന്നിട്ടുള്ള ആളെ കീഴിൽ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. സോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ ലേഡി ശരിക്കുള്ള ആൻസർ അല്ല തരുന്നത്. She is cross-questioning. She's just giving answer from somewhere else, from the cloud, nowhere. ഇന്റെ ബോസ് കുറേ കേട്ടിരുന്നു. എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. പക്ഷേ ഇയാൾ വളരെ കാമായിട്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇയാൾ വല്ലാത്ത സാധനം കേട്ടോ, ക്ഷമൻ്റെ ഒരു എൻ്റെ അതിര് കടന്നു. എനിക്കിങ്ങനെ ദേഷ്യം പിടിക്കേണ്ട ഈ ലേഡീൻ്റെ സംസാരം കേട്ടിട്ടൊക്കെ. ഇതൊരു യൂറോപ്യൻ ലേഡി കേട്ടോ. എൻ്റെ ബോസാണ് ഓസ്ട്രേലിയനാണ്, ഞാനാണ് അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ആള്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ വ്യക്തി എൻ്റെ ബോസ്, ഓക്കെ, പുള്ളി എന്നെക്കാൾ ഹൈറ്റുള്ള ആളാണ് കേട്ടോ. പുള്ളി ആ ഒരു ഡയറി ഉണ്ടായിരുന്നു, അത് എടുത്തിട്ട് ഒരൊറ്റ അടിയാണ്. ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല ആൾ അങ്ങനെ ചെയ്യണത്. ഇതെടുത്ത് ഡയറി എടുത്തിട്ട് ആ ടേബിൾ മേൽ ഒരൊറ്റ അടി അടിച്ചിട്ട് ആൾ ഇറങ്ങിപ്പോയി അവിടുന്ന്. ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവിച്ചത്? ഞാനും ഇറങ്ങിപ്പോയി, എൻ്റെ ബോസെല്ലാം ഇറങ്ങി, അപ്പോൾ ഞാനും ഇറങ്ങിപ്പോയി. ആ ലേഡി മാത്രം അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ഫാറൂഖ്, ഐ എം ടേക്കിംഗ് എ വാക്ക് ഔട്ട് സൈഡ്. കാരണം തണുക്കാൻ പറ്റിയ ആൾ വേറെന്തോ ചെയ്തു. കാരണം ഹി വാസ് നോട്ട് ഏബിൾ ടു കൺട്രോൾ, അവിടെ റിയാക്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെയാണ് പുള്ളി വിചാരിച്ചത്, കാരണം ഇറ്റ്സ് ഔട്ട്സൈഡ് ഹിസ് കൺട്രോൾ. അപ്പോൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഹി സ്റ്റാർട്ടഡ് വാക്കിംഗ്. അപ്പം ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആർ വി റിയാക്ടിങ് ഓർ ആർ വി റെസ്പോണ്ടിങ്? ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് യു ഹാവ് ടു റെസ്പോണ്ട്. പക്ഷേ എല്ലാത്തിനും ഞങ്ങളിവിടെ ഒരു പക്ഷേ ഉണ്ട് കേട്ടോ. എക്സ്ക്യൂസ് മീ. ഒരു ട്രെയിന് വരികയാണ്, ഒരു കുട്ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനിൻ്റെ ഇതിലേക്ക് വീണെന്ന് വിചാരിക്കാം, ട്രാക്കിലേക്ക് വീണ്. നിങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കണം, ലെറ്റ് മീ റെസ്പോണ്ട് നൗ. ഈ കുട്ടി ഇങ്ങനെ വരും, ട്രെയിന് കയറും, ഈ കുട്ടി ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കും, പിന്നെ ഈ കുട്ടീൻ്റെ മാതാപിതാക്കൾ കരയും. ട്രെയിന് കുറച്ച് ദൂരെയാണ്. നിങ്ങൾ അവിടെ റിയാക്ട് ചെയ്യോ റെസ്പോണ്ട് ചെയ്യോ? I want the answer in the chat box, please. Would you react or would you respond? Chat box. Come on, I want everyone. എക്സാക്ട്ലി കറക്റ്റ്. അവിടെ നിങ്ങൾ റിയാക്ട് ചെയ്യല്. ജീവിതത്തിൽ എവിടെ റിയാക്ട് ചെയ്യണമെന്നും എവിടെ റെസ്പോണ്ട് ചെയ്യണമെന്നുള്ളത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എവിടെയാണ് ബൗണ്ടറി കെട്ടേണ്ടത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞിരിക്കണം. എല്ലാത്തിനും നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റബ്ബർ ബാൻഡ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള അറിഞ്ഞിരിക്കണം. കംഫർട്ട് സോണിൽ ഇരിക്കണോ പുറത്തേക്ക് പോകണോ? സോറി, എക്സ്ക്യൂസ് മീ. നിങ്ങൾക്ക് കംഫർട്ട് സോണിൽ ഇരിക്കണോ പുറത്തു പോകണം? ജീവിതത്തിൽ
ഇറ്റ് ഈസ് ഓൾവേസ് എപ്പോഴാണ് യെസ് എന്ന് പറയാം, എപ്പോഴാണ് നോ എന്ന് പറയാം. ഇതൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചത് ശരിയല്ലേ? ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാം ശരിയല്ല, എല്ലാം തെറ്റുമല്ല. How many of you got to say crystal clear? എല്ലാം ശരിയല്ല, എല്ലാം തെറ്റല്ല. നിങ്ങൾക്ക് എന്താണ് ശരി എന്ന് തോന്നിയതാണ് ശരി, നിങ്ങൾക്ക് എന്താണ് തെറ്റെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തെറ്റാണ്, അത് മറ്റുള്ളവർ ശരിയാണ്. മറ്റുള്ളവർ ഇഫ് യു തിങ്ക്, ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആരോ ഇതേപോലെ നമ്മളെ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ട്, ഇഫ് യു സ്റ്റാർട്ട് തിങ്കിങ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക് അബൌട്ട് യു, ദെൻ യു വിൽ നോട്ട് ഡു ദ തിങ്സ് ദാറ്റ് യു ആർ സപ്പോസ് ടു ഡു. ഇതേ ഡയലോഗാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോ തയ്യാറ് ചെയ്തത്. വൺസ് അഗൈൻ ഐ ടെൽ, ഇഫ് യു തിങ്ക് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക് അബൌട്ട് യു, യു വിൽ നോട്ട് ഡു ദ തിങ് ദാറ്റ് യു ആർ സപ്പോസ് ടു ഡു. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നത് നിങ്ങൾ ചിന്തിക്കേ വേണ്ട. Whatever you do is the right thing. So with that, we end up for the day. Fatima, over to you. So happy, so happy. That's all about today. നമ്മുടെ ടൈം ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ആൻഡ് ടുഡേ ഇറ്റ് വാസ് ലൈക്ക് വെറൈറ്റി ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് യു വിൽ ഫീൽ ദാറ്റ് ഓക്കെ, ഞാൻ ചോദിക്കാൻ വിചാരിച്ച ചോദ്യം അവൾ ചോദിച്ചല്ലോ, വാവ് ഐ ഗോട്ട് ദറ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും, അത് നമ്മൾ ദിസ് ഇസ് ആൻ ഗ്രൂപ്പ് ആൻഡ് ദിസ് ഇസ് ആൻ കമ്മ്യൂണിറ്റി. അപ്പൊ ഇതിൽ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ അറിയുന്ന ചില മനുഷ്യന്മാരുണ്ടായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ വിൽ ഫീൽ ലൈക്ക് ഓ ഞാൻ വിചാരിച്ച ചോദ്യം അവിടെ ചോദിച്ചല്ലോ എന്നുള്ള ഫീൽ നമുക്ക് തോന്നുമ്പോൾ വിൽ ഗെറ്റ് ദറ്റ് ആൻസർ. അപ്പൊ നമ്മൾ പോലും ചോദിക്കാണ്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഞാനാണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, സെൻസായി പറഞ്ഞ സമയത്ത് സെയിം ലൈക്ക് യു ഐ ആം നോട്ടിങ് ദ ന്യൂ പോയിന്റ്സ് ബിക്കോസ് ചില കാര്യങ്ങൾ എനിക്കും പുതിയതാണ്. സോ ഐ എം നോട്ടിങ് ഇറ്റ്. അപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ വി ആർ ആസ് എൻ ടീം, വി ആർ ലേണിംഗ് ആൻഡ് ഗ്രോയിങ് ടുഗെദർ. ഞാനും സെൻസായും ഇവിടെ നിൽക്കുന്നു, നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതല്ല, വി ആർ ലേണിംഗ് ടുഗെദർ. ദാറ്റ്സ് ഹൗ വി ബിക്കം സക്സസ്ഫുൾ. നമ്മൾ പുതിയ കാര്യങ്ങൾ അറിയുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് വളർന്നു വരുന്നത്. ആൻഡ് സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റി. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. Thank you very much. Thanks a lot, Minha. All the best. Thank you.